ഇന്നൊരു ഈവനിങ് വ്ളോഗാണേ. വൈകുന്നേരം ആയപ്പോൾ കണ്ണന് ഇത്തിരി സുഖേന ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ബാറ്ററി തയ്യാറാക്കുകയാണേ. അപ്പം ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ചുടുന്ന ആ ഒരു രീതിയിൽ മാവ് സെറ്റാക്കി എടുത്തേ. പയറ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പയറ് വെന്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് തേങ്ങയും പിന്നെ ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ടൊന്ന് കുറുക്കിയെടുത്തു കേട്ടോ. ചൂടാറി കഴിഞ്ഞപ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ പിടിക്കാൻ പാകത്തിന് തന്നെ ആയിരുന്നേ. ഇപ്പം ഇച്ചിരി വെള്ളം പോലെയായിരുന്നു തോന്നിയതേ. അങ്ങനെ ചീഞ്ചട്ടി വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പയർ ഓരോ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് മാവിൽ മുക്കി വേവിച്ചെടുത്തേ. നല്ലതായിരുന്നു കേട്ടോ. ഒത്തിരി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഞാൻ പിന്നെ കണ്ണന് വൈകുന്നേരം എന്നും ഈ ദോശയൊക്കെയല്ലേ കൊടുക്കുന്നത്, ഇടയ്ക്കൊരു വെറൈറ്റി ആവട്ടെ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴും കൂടുതൽ ഉപയോഗിക്കുന്ന മൈദയൊക്കെയല്ലേ, ഇത് ഗോതമ്പ് പൊടി കൊണ്ടാകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടാക്കി തട്ടോ. പക്ഷേ കണ്ണന് ഇഷ്ടപ്പെട്ടു കേട്ടോ, അവൻ കഴിക്കുകയും ചെയ്തേ. പിന്നെ നാളത്തേക്കുള്ള അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ട് ഞാനും കണ്ണനും കൂടെ പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, വിളക്കത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഏകദേശം സന്ധ്യ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂ പറിച്ച് വിളക്കത്ത് വെച്ചിട്ട് ഞാൻ രാത്രിയിലത്തേക്കുള്ള ചപ്പാത്തിയും കുഴച്ച് വെച്ച് കറിയും വെക്കാനുള്ളത് വേവിച്ച് വെച്ചു കേട്ടോ. അപ്പം പിന്നെ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴേക്കും സന്ധ്യയായി, വിളക്ക് എത്തിക്കാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ മോളിൽ ചെന്ന് വിളക്ക് എത്തിച്ചു. പിന്നെ കണ്ണനെ കൊണ്ട് നാമം ചൊല്ലാതിരിക്കൽ ഇച്ചിരി റിസ്ക് ആണ്. പുള്ളി എപ്പോഴും മുറ്റത്തേക്ക് ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ഇച്ചിരി നേരം ഒന്ന് ഇരുന്നിട്ട് പിന്നെ ഞാൻ കയറി പോന്നു കേട്ടോ. അങ്ങനെ നേരെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി താഴേക്ക് ചെന്ന് നേരെ ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെ സെറ്റാക്കി വെച്ച് അതിനിടയ്ക്ക് കണ്ണന് കഴിക്കാൻ കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാനും ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് നേരെ കിടന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാവേ. ബൈ.